നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാർഡിയാക് മസിൽസിൻ്റെ പ്രോപ്പർട്ടികളെ പറ്റി തന്നിരിക്കുന്നത് നോട്ട് കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ശരിയല്ലാത്തത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് കാർഡിയാക് മസിൽസ് ആർ അൺബ്രാഞ്ച്ഡ് ആൻഡ് കണ്ടെയ്ൻസ് സിംഗിൾ ന്യൂക്ലിയസ് എന്ന് തന്നിരിക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള സംഭവം. ഇവിടെ ഈ കാർഡിയാക് മസിൽസിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടില്ല, ഇതെന്താണ്? ഇത് ബ്രാഞ്ചഡ് ആയിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ ബ്രാഞ്ചഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പം സ്കെൽറ്റൽ ആണെങ്കിൽ ഇതെന്താണ്? ഇങ്ങോട്ടും മാത്രമേ എന്ത് മൂവ്മെൻറ്റ് സാധിക്കുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് കൺട്രാക്റ്റ് ആവാം, ഇങ്ങോട്ട് റിലീസ് ആവാം. അപ്പോൾ രണ്ട് ഡയറക്ഷനിലേ പറ്റത്തുള്ളൂ. ഹാർട്ടിൻ്റെ കേസിൽ എന്താണ്? അതുപോലെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടും എല്ലാ ഡയറക്ഷനിലും മസിൽ മൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ബ്രാഞ്ചഡാണ്. ഇപ്പോൾ ഇങ്ങനെ ബ്രാഞ്ചഡ് ആയതുകൊണ്ട് എന്ത് ഗുണം? എന്താ? ഇങ്ങോട്ട് കൺട്രാക്റ്റ് ആവാം, ഇങ്ങോട്ട് പല ഡയറക്ഷനിലേക്ക് പോസിബിൾ ആണ്. അപ്പം ഹാർട്ട് മസിൽസ് ആർ ബ്രാഞ്ച്ഡ് ആൻഡ് കണ്ടെയ്ൻസ് സിംഗിൾ ന്യൂക്ലിയസ്, അല്ല എന്താണ്, സിംഗിൾ ഓർ ഡബിൾ ന്യൂക്ലിയസ്. അതാണ് അതിൻ്റെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ട്രേറ്റഡ് ആൻഡ് ഇൻവോളണ്ടറി എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം സ്ട്രേറ്റിൻ്റെ അണ്ടറിലാണ് കാർഡിയാക്ക് വരുന്നത്. അപ്പം ഇൻവോളണ്ടറി ആണ്, നമ്മൾ മനസ്സ് വെച്ചിട്ടല്ലല്ലോ ഹാർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം മസിൽസിനെ എന്താ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സ്ട്രേറ്റഡ് എന്നും നോൺ സ്ട്രേറ്റഡ് എന്നും. ഈ നോൺ സ്ട്രേറ്റഡ് എന്താണ്? റെസ്പോൺസിബിൾ നോൺ വോളണ്ടറി ആക്ഷനാണ്. അപ്പോൾ ഈ നോണും കൂടെ കണക്ട് ചെയ്തോളുക. നോൺ വോളണ്ടറി ആക്ഷൻ ചെയ്യുന്ന മസിൽസ് എല്ലാം എന്താണ്? സ്മൂത്ത് മസിൽസ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് സപ്ലൈഡ് വിത്ത് ഓട്ടോണോമിക് നെർവ് ഫൈബർ എന്ന് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാ സ്ട്രേറ്റഡ് മസിൽസിനും കൺട്രോൾ ചെയ്യുന്ന എന്താണ്? ഓട്ടോണോമിക് നെർവ് ഫൈബറാണ്.